ഹണി ആം ഹോം. ഹലോ ഞാൻ സംഗീതാണ്. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ റെസിപ്പി പുളിയിഞ്ചിയാണ്. വിഷുവൊക്കെ ആവാനായാലേ, അപ്പം ഈ പ്രാവശ്യം ഈ ഒരു പുളിയിഞ്ചീൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ ഞങ്ങൾക്ക് 150 ഗ്രാംസ് പുളീനെ ഒരു 2 കപ്പ് ചൂടുവെള്ളത്ത് നല്ലോണം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാനിത് ഓവർനൈറ്റാണ് സോക്ക് ചെയ്ത് വെച്ചത്. തലേ ദിവസമേ വെള്ളത്തിലിട്ട് വെച്ചു. നിങ്ങൾക്ക് ആ ദിവസം തന്നെ ഇടാം, പക്ഷെ ഒരു 20 മിനിറ്റ്സ് എങ്കിലും ഈ പുളീനെ വെള്ളത്തിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരുപാട് വെള്ളത്തിൽ പുളീനെ സോക്ക് ചെയ്ത് വെക്കണ്ട. എന്താ വെച്ചാൽ പിന്നെ അതിന് കുറുകിയെടുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. സോ ഒരു 2 കപ്പ് ചൂടുവെള്ളത്ത് മാത്രം സോക്ക് ചെയ്തിട്ടാൽ മതി. സോ അത് സോക്കായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സൈഡിൽ ഇനി പുളിയിഞ്ചിയിലിടാൻ ഒരു പൊടി റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് ഞങ്ങൾക്ക് 3 ടേബിൾ സ്പൂൺ അരി എടുത്തിടാം. ഇത് സോന മസൂരി റൈസാണ് ഞാൻ ഉപയോഗിക്കുന്നത്. മടിയില്ല, കാരണം ഞാൻ ഇത് 2 ഒക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കി വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഓണം വിഷു 2 ഒക്കേഷന് വേണ്ടിയിട്ട് സെറ്റ് ആയിരിക്കും. അരിനെ നല്ലോണം കഴുകി ഉണക്കിയിട്ട് സൈഡിലെടുത്ത് മാറ്റി വെക്കാം. അരി പുറത്ത് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇനി ഈ പുളീൻ്റെ ആ പൾപ്പ് പുറത്തോട്ടേക്ക് എടുക്കാം. സോ നല്ലോണം സ്ക്വീസ് ചെയ്തിട്ട് വേണം പൾപ്പിനെ പുറത്തോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2 കപ്പ് വെള്ളത്തിലാണ് ഈ ടാമറിൻഡിനെ സോക്ക് ചെയ്തത്. ഇനി രണ്ടാമത്തെ റൗണ്ടിൽ 1 കപ്പ് വെള്ളത്തിൽ കൂടിയും ഇതിനെ നല്ലോണം സ്ക്വീസ് ചെയ്തെടുക്കും. അങ്ങനെയാണ് ടോട്ടൽ 3 കപ്സ് വെള്ളമാണ് ഒരു 150 ഗ്രാംസ് ടാമറിൻഡിന് ഉപയോഗിക്കാം. അധികം വെള്ളം ഉപയോഗിച്ചാൽ ലൈക്ക് ആദ്യം പറഞ്ഞ പോലെ ഭയങ്കര വാട്ടറി ആവും നിങ്ങളുടെ ടാമറിൻഡ്, ആൻഡ് കുക്കിംഗ് ടൈമും ഒരുപാട് നേരം എടുക്കും. സോ 3 കപ്പ് വെള്ളം വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലോണം ഞെമിണ്ടി കഴിഞ്ഞില്ലേ ടാമറിൻഡിനെ ഇനി ഞങ്ങൾക്ക് ഒരു സീവിലിട്ടിട്ട് നല്ലോണം ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് നല്ല തിക്കായിട്ടുള്ള ഒരു പൾപ്പാണ് റെഡി ആയിട്ടുള്ളത്. ഇനി ഞങ്ങൾക്കിത് രണ്ടാമത്തെ റൗണ്ട് കൂടിയും ഒന്ന് നല്ലോണം ബാക്കിയില്ല പൾപ്പിന് കൂടിയും പുറത്തോട്ടേക്ക് എടുക്കാം. സോ 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം ഞെമിടി എല്ലാ പൾപ്പ് പുറത്തോട്ടേക്ക് എടുക്കാം. ലാസ്റ്റ് ടൈം കൂടിയും ഇതിന് നല്ലോണം സീവേർ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ടാമറിൻ പൾപ്പ് റെഡി. സോ ടോട്ടൽ 3 കപ്പ് പുളീൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ ഇനി ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി പുളിവെള്ളത്തിലേക്ക് ഞങ്ങൾക്ക് 1 കപ്പ് ജാഗ്രീൻ്റെ പൗഡർ ഇടാം. സോ ആക്ച്വലി 150 ഗ്രാംസ് എടുക്കുകയാണെങ്കിൽ 3 കപ്പ് ടാമറിൻഡ് വെള്ളം എടുക്കുകയാണെങ്കിൽ ആക്ച്വലി 1.5 കപ്പ് ജാഗ്രീൻ്റെ പൗഡറാണ് ആവശ്യം. പക്ഷെ ആദ്യം ഞങ്ങൾ 1 കപ്പ് ഇട്ടിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്താൽ മതി. സോ ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ 1 കപ്പ് മാത്രം ഇടാം. 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ കൂടിയും ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവില്ല ചില്ലി പൗഡറും ഉപയോഗിക്കാം. ഇതിന് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ എരിവ് ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ചുകൂടിയും ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം.
അരി നല്ലോണം ഉണങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതിന് ഞങ്ങൾക്ക് ചൂടായിട്ടില്ല ഒരു പാനിൽ ഇട്ടിട്ട് വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ. ഞാനിപ്പം അരി ഒരു പകുതി ടേബിൾ സ്പൂൺ ഉലുവ ആൻഡ് 1 ടേബിൾ സ്പൂൺ ക്യൂമിൻ സീഡ് കൂടിയും ഇട്ടിട്ടാണ് സോത്തേ ചെയ്തെടുക്കുന്നത്. പക്ഷേ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. സോ ആദ്യം അരീന നല്ലോണം ഒന്ന് ബ്രൗൺ ആക്കി കഴിഞ്ഞിട്ട് എന്നിട്ട് വേണം ഉലുവയും പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യൂമിൻ സീഡ് കുറച്ചിട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പിന്നെ മടി ഇല്ല, കാരണം ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടാണ് ചെയ്യാറ്. പക്ഷേ സമയം ഉണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വേണം ചെയ്തെടുക്കാൻ. സോ ആദ്യം അരീന നല്ലോണം ഒന്ന് ബ്രൗൺ ആക്കുക, എന്നിട്ട് കഴിഞ്ഞിട്ട് ക്യൂമിനും ഉലുവയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് സോത്തേ ചെയ്തെടുക്കാം. അല്പനേരം ശേഷം ഞങ്ങളുടെ പുളീൻ്റെ വെള്ളം നല്ലോണം തിക്കായിട്ടുണ്ട് ആൻഡ് അരി ടോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അരി ഒന്ന് കുറച്ചൊന്ന് ചൂട് ആറിയ ശേഷം ഇതിന് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. ഒരു 5.5 ടേബിൾ സ്പൂൺ പൊടി കിട്ടും. സോ 2 ടേബിൾ സ്പൂണാണ് ഈ പ്രാവശ്യം ഉപയോഗിക്കുക. ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക എയർ ടൈറ്റ് കണ്ടെയ്നറിൽ. ആൻഡ് അടുത്ത പ്രാവശ്യം പുളി ഉണ്ടാക്കുമ്പം ഈ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മുറിച്ചിട്ട് ഇടാം. സോ ഇത്ര ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാം അത് കയ്യിൻ്റെ അത്ര വലിയൊരു സൈസില്ല ഒരു ഇഞ്ചീൻ്റെ കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ ചെറുതായി മുറിച്ചിട്ട് ഞാൻ ചോപ്പറിലേക്ക് ഇടുന്നത്. ഇപ്പോൾ ചോപ്പർ ഇല്ലെങ്കിൽ കൈകൊണ്ട് മുറിച്ചിട്ട് ചെറിയ പീസാക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. 1/2 കഷ്ണം ഉള്ളി കൂടി ഇട്ടിട്ടുണ്ട് ആൻഡ് 1/2 കപ്പ് ചെറിയ ഉള്ളി കൂടിയും ഇടാം. നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ചെറിയ ഉള്ളി കിട്ടൂലെങ്കിൽ ഒരു ഫുള്ളായിട്ടില്ല ഉള്ളീനെ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ മറന്നു, ഒരു 2-3 അല്ലി വെളുത്തുള്ളി കൂടിയും ഇട്ട് കൊടുക്കണം. സോ അമ്മ ഈ റെസിപ്പിയിൽ ഇടാറുണ്ട്, അതുകൊണ്ട് ഞാനും ഇടാറുണ്ട്. ട്രഡീഷണൽ റെസിപ്പിയിൽ ഇടാറില്ല, പക്ഷേ ടേസ്റ്റ് കുറച്ചുകൂടിയും നന്നായി പുറത്തോട്ടേക്ക് വരും ഗാർലിക് ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക് കൂടി ചേർത്തിട്ട് ഇതിന് നല്ലോണം ഒന്ന് ബ്ലിച്ച് ചെയ്തെടുക്കണം. പച്ചമുളക് അധികം എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ചുകൂടി പച്ചമുളക് ഇടാൻ പറ്റും. ഇനി ഒരു ചൂട് പാനിലേക്ക് കുറച്ച് ജിഞ്ചർലി ഓയിലും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടിയും പാർന്ന് കൊടുക്കാം. സോ ഓയിൽ ചൂടായ ശേഷം അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഞങ്ങൾക്ക് ഈ പേസ്റ്റ് എടുത്തിടാം. ഈ പേസ്റ്റിനെ ഒന്ന് ആ റോ സ്മെല്ല് പച്ചമണം പോകുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് സോത്തേ ചെയ്തെടുക്കണം. ആൻഡ് ബ്രൗൺ ആക്കരുത്, ഭയങ്കര ബ്രൗൺ ആക്കരുത്, ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് കളർ ചേഞ്ച് ആവുന്നു, അത്രയേ ഉള്ളൂ. സോ മണമൊക്കെ മാറി കളറൊക്കെ ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിന് നല്ലോണം കൂളായ ശേഷം 3/4 ക്വാണ്ടിറ്റി എടുത്തിട്ട് പേസ്റ്റ് ആക്കണം. മിക്സിയിലിട്ടിട്ട് നല്ലോണം പേസ്റ്റ് ആക്കണം. ബാക്കി 1/4 സൈഡിൽ അങ്ങനെ തന്നെ വെക്കണം. ഇനി ആ തിക്കായിട്ടുള്ള പുളിവെള്ളത്തിലേക്ക് ഞങ്ങൾക്ക് മിക്സിയിലടിച്ച ഇഞ്ചീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതല്ലാണ്ട് സൈഡിൽ മാറ്റി വെച്ച ഇഞ്ചീൻ്റെ മിക്സ്ചർ കൂടിയും അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമിനെ ഒന്ന് ലോ ടു മീഡിയമിൽ വെച്ചിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആൻഡ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തിട്ട്. ഇനി സൈഡിൽ ഞങ്ങൾക്ക് സെയിം പാനിൽ കുറച്ചുകൂടിയും എണ്ണ ഇട്ടിട്ട് തടുക്കേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കാം. സോ എണ്ണ ചൂടായ ശേഷം കുറച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്ന ശേഷം ഞങ്ങൾക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് അതിനൊന്ന് സോത്തേ ചെയ്തെടുത്തിട്ട് ഓഫാക്കാം. ഇനി ഈ മിക്സ്ചറിന് ഞങ്ങൾക്ക് ഈ പുളിയിഞ്ചീൻ്റെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കിയിട്ട് നിങ്ങൾക്ക് കാണാതെ നല്ലോണം ബോയിലായിട്ട് വരുന്നുണ്ട്. ഇതിനെ ഒന്ന് ഒരു 3-4 മിനിറ്റ്സ് ഒന്ന് നല്ലോണം ബോയിൽ ചെയ്തെടുക്കാം.
എനിക്ക് ഈ ഒരു തിക്നെസ്സിലാണ് പുളിയിഞ്ചി ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് ഇതിനെക്കാട്ടും തിക്കായിട്ടില്ലേ പുളിയിഞ്ചി വേണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുത്താൽ മതി. പക്ഷേ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടില്ലേ പുളിയിഞ്ചി ഇഷ്ടമാണെങ്കിൽ ഈ ഇഞ്ചീൻ്റെ മിക്സ്ചർ ഇടുന്നതിൻ്റെ കുറച്ച് മുമ്പ് തിളച്ച വെള്ളം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്ത് ശേഷം വേണം ജിഞ്ചറിൻ്റെ ആ പേസ്റ്റ് ഇട്ടിട്ട് പിന്നെയും ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പുളിയിഞ്ചീനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് കഴിഞ്ഞിട്ട് ഉപ്പും പിന്നെ അത് കഴിഞ്ഞിട്ട് മധുരമൊക്കെ ഓക്കെ ആണോ നോക്കുക. എനിക്ക് കുറച്ചുകൂടി മധുരം വേണമായിരുന്നു, അപ്പം ഞാൻ ഒരു 1/4 കപ്പ് കൂടിയും ഇട്ടിട്ടുണ്ട്. പുളിയിഞ്ചി ഉണ്ടാക്കുമ്പോൾ അധികം തിക്കാക്കാത്ത നല്ലത്. എന്താ വെച്ചാൽ ഈ അരീൻ്റെ പൗഡർ ഇടുമ്പോഴത്തേക്കും പിന്നെ കുറച്ചുകൂടി തിക്കാം, പിന്നെ ഇത് കൂൾ ഡൗൺ ആകുമ്പം കുറച്ചുകൂടി തിക്കാം. സോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പുളിയിഞ്ചി കിട്ടും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ആദ്യം ഉണ്ടാക്കി വെച്ച ആ അരീൻ്റെ പൗഡർ ഇടാം. 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. സോ 1 ടേബിൾ സ്പൂൺ ഇട്ട് നല്ലോണം ഇളക്കിയ ശേഷം 2ാമത്തെ ടേബിൾ സ്പൂൺ ഇടാം. ഇനി ഒരു 2 മിനിറ്റ് ഇതിന് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തിട്ടെടുക്കുക. ആൻഡ് അത് ശേഷം കഴിഞ്ഞ് ഞങ്ങളുടെ റെസിപ്പി റെഡിയാണ്. സോ ഈ പുളിയിഞ്ചി ഉണ്ടാക്കിയ ശേഷം നല്ലോണം കൂൾ ഡൗൺ ആയ ശേഷം ഒരു ഗ്ലാസ് ജാറിൽ ഇട്ടിട്ട് നല്ലോണം മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. ഇത് അറ്റ്ലീസ്റ്റ് 2 to 3 വീക്സ് എന്തായാലും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ 3 വീക്സൊക്കെ ഉപയോഗിച്ചതാണ്. പക്ഷെ അതിനെക്കാട്ട് കൂടുതൽ പറ്റും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 3 വീക്സ് എന്തായാലും നിൽക്കും ഇത് ഫ്രിഡ്ജിൽ. സോ ഉണ്ടാക്കി നോക്കൂ, എനിക്ക് ഷുവറാണ് നിങ്ങൾക്ക് ഇഷ്ടം. ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ താര റിവ്യൂ ഇടും, എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ് നിങ്ങളുടെ കമൻറ്റ്സ്. ആൻഡ് ഹാപ്പി വിഷു. ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.